നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ട, നമുക്കൊരു വീണ്ടും ജനനം, ഒരു ബോൺ അഗൈൻ ആവശ്യമാണ്. അത് എങ്ങനെ സാധ്യമാക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നാമത് നമ്മുടെ ക്രൂസിലേക്ക് നോക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില്, ആ ഗോൽഗോഥ മലമുകളില്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയില്, 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേലവൻ നട്ടുചവയിൽ തൂക്കിക്കിടന്നുകൊണ്ട്, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്റെ നിലവിളിയോട് മരിച്ചത് നിന്നെ ഓർത്ത. അതേ കുഞ്ഞെ, നിന്നെ ഓർത്താണ് കർത്താവ് കഷ്ടം സഹിച്ചത്. കാരണം എന്താണ്? ഞാൻ ഇങ്ങനെ മരിക്കുന്നില്ലെങ്കിൽ നിന്റെ പാപത്തിന്റെ ശിക്ഷ നീ ഏൽക്കണം. അത് നരകവിധിയാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സാത്താനോടും ദൂതന്മാരോടും കൂടെ നീ നരകത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ പാപം മുഴുവനും ഏറ്റെടുത്ത് നിനക്ക് പകരക്കാരനായിട്ട് കാൽവരി ക്രൂശിൽ മരിക്കുകയാണ്. അതേ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ യേശുക്രിസ്തു ഏകനായിട്ട് നമ്മുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് കയറിപ്പോയി. ആ യേശുക്രിസ്തു നമ്മുടെ പാപഭാരം ചുമന്ന് ഗോൽഗോഥ മലമുകൾ മരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നോക്കുമ്പോൾ തിരുശീല കീറി ദൈവവും നമ്മുടെ ശത്രുത്വം മാറിപ്പോയി. ആദം ചെയ്ത പാപത്താൽ ദൈവം അടയ്ക്കപ്പെട്ട ആ പരിശുദ്ധ സ്ഥലത്തിനുള്ള തിരശീല യേശുക്രിസ്തുവിന്റെ യാഗത്താൽ കീറിക്കളഞ്ഞിട്ട് ഏത് പാപിക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് പുരോഹിതന്മാരില്ലാതെ, നിങ്ങൾക്കറിയാമോ, ദൈവം ലേവ്യ പുരോഹിതന്മാരെ ആക്കി വെച്ചിരുന്നത് പാപത്തിന് പരിഹാരമായിട്ട് യാഗങ്ങളെ, ബലികളെ അർപ്പിക്കാനാ.